കുട്ടിക്ക് ഒരു രക്ഷയില്ല മോളെ. രക്ഷയില്ലേ ഇങ്ങനെ ബെഡോടെ കഴിക്കാൻ പറ്റില്ല. കുട്ടിക്കായിട്ട് ഇഷ്ടമാണ്. കുറച്ച് വികൃതി കുട്ടനാണത്. കണ്ടാ ഇളകണണ്ട. എനിക്ക് കുറച്ച് പേടിയുണ്ട്. കുറച്ചല്ല, നല്ല പേടിയുണ്ട്. കുത്തൊന്നുമില്ല, കടിച്ചു വിടും. ഇത് കടിച്ചാ അതിന് സ്വന്തം ഇളകണില്ല. എന്റെ ആണ് ഇളകണത്. കുറച്ച് ചെക്കനെ കുറച്ച് അത് നീ പേടിച്ചിട്ട് അമത്തിട്ടാണ്. മെല്ലെ പിടിക്കുക, ഒരു മയത്തിലൊക്കെ പിടിക്കേ. അപ്പൊ ഇത് പാവത്താനാണല്ലേ, വലുതാണെങ്കിലും അതിന്റെ കണ്ണാണ്. ഫുട്ബോളിലെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇതുവരെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യാത്ത ഒരു റെസിപ്പിയാണ് ഇന്ന്. ഞണ്ട് കൊണ്ടുള്ള ഒരു ആദ്യ റെസിപ്പിയാണ്. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഞണ്ടിനെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. സംഭവം ഇത് കുറച്ച് കുസൃതി കുട്ടന്മാരാണ് രണ്ടാളും. കാരണം ശരി, അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളി റോസ്റ്റ് തയ്യാറാക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ശരിക്കും ഒരു ടെസ്റ്റ് ചെയ്തില്ലേ, ചെറിയ ടൈൽസ് ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ അത് കടിച്ചെടുത്തു. രക്ഷപ്പെട്ട് കുറച്ച് കുസൃതി കുട്ടന്മാരാണ്. അവന്മാരെ നമ്മൾ തുറന്നു വിട്ടാൽ സസുവേൽ തുറന്നിട്ടുണ്ട്. വാ, എനക്ക് വിടുതലേ. താടാവേ കത്തി നോക്കി പിടിക്കേണ്ടിന്ന്. ഓഹോ, സംഭവം എങ്ങനെയാണെന്ന് അറിയാം സുവേലത്? റോബോട്ട് പോലെ ഉണ്ട് അല്ലേ? റോബോട്ട് തിരിഞ്ഞു വന്ന കയ്യില് പോവാണ്. അപ്പോൾ ടാറ്റ കാട്ടുന്നത്. അപ്പോൾ കത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കയ്യിൽ. വെച്ചോ, ഇല്ല വെച്ചോ, പിടിച്ചോ. വേണ്ട, ആ ഒരു ഇത് കൊടുക്കാം. ഇത് പിടിക്കുന്നില്ല കേട്ടോ. ആ പിടിച്ചിട്ട് വിടുകയാണ് കേട്ടോ. വെറുതെ ജസ്റ്റ് ഇരിക്കൽ മാത്രമേ ഉള്ളൂ. ഇരിക്കും കണ്ട അതിനെ വിടും. ക്യാമറമാൻ അങ്ങനെ പേടിക്കില്ല. വൈൽഡ് ലൈഫ് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള, കടിയായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ക്യാമറമാൻ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തവളയും പൂച്ചയും എടുത്ത് ക്യാമറമാൻ. തവള സുലു. ഒരു കൈ തുറന്ന് ഒരു കൈയെ തുറന്നുള്ളൂ, ബാക്കി ആളെ തന്നെ സെറ്റാക്കി. എനർജി പോയി വിചാരിച്ചില്ലേ? പക്ഷെ ഇവനെ നമ്മൾ പിടിക്കാൻ കഷ്ടപ്പെടും. ഏതോ നോക്കുന്നുണ്ട്, നോക്ക്, കണ്ണു നോക്കുതാ. ആടാ, ഓക്കെ, ടാറ്റ. കത്തി താടാ, കത്തി താടാ, കത്തി ആത്താണ്. അപ്പോൾ ഇനി നമ്മൾ കെട്ട കഴിച്ച് ഒന്ന് ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രഷായി കഴുകി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ വെറുതെ ലെറ്റ്സ് ആക്കട്ടെ. ആ അതോ അവർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. കൈ കൊടുത്താൽ അവർ അവ ഇറുക്കി. അവർക്ക് കുടുംബക്കാരാണെന്നൊന്നുമില്ല. പൊട്ടിച്ചെടുത്തടാ. ആ അവസാനം ഒതുങ്ങി. നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കടിച്ചാലോ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷെല്ലൊന്നിങ്ങനെ പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പൊന്നാണിത്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിനെയൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. കാണുമ്പോൾ മീനിൻ്റെ ഗിൽസ് പോലെ ഉണ്ട്, ചെകിർ.
നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാബ് റോസ്റ്റ് അഥവാ ഞണ്ട് റോസ്റ്റ് നമ്മൾ ഈ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ഓയിൽ. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പില, വലിയുള്ളി, നല്ല മഴയുണ്ട് ചെറുതായിട്ട്, അപ്പോൾ കുട കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. ചതച്ചെടുത്ത ഇഞ്ചി, ചതച്ചെടുത്ത വെളുത്തുള്ളി, പച്ചമുളക്, ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളി, ചതച്ചെടുത്ത കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല മണം അല്ലേ. ഇന്ന് നമ്മുടെ മെയിൻ ഐറ്റം നെണ്ട് ഇതിലേക്ക് ഇടാൻ പോണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് കറിയിലൊക്കെ ഇട്ട് അങ്ങോട്ട് മറിയട്ടെ. അതിൻ്റെ കൈ കണ്ട ചുവല് അടിക്കുന്നു കണ്ട. എല്ലാ ഭാഗങ്ങളും ഇളകി തുടങ്ങിട്ട. എന്താ വേണല്ലേ. പൊന്നിട്ടപ്പോൾ ഒരു വെറൈറ്റി മണം വരുന്നത് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ഒരു പൊന്നിന്റെ മണം അല്ലേ. ഇത് പൊന്നപ്പനല്ലടാ, തങ്കപ്പനാ. അല്ല തങ്കപ്പനല്ല, പൊന്നപ്പന അങ്ങനെ പറയും. ആഹാ, നമ്മളെ ഞണ്ട് റോസ്റ്റില്ലേ സംഭവം കിടുക്കിയിട്ടാ, അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എടുക്കാം. സാധനം തിരിച്ചു, സാധനത്തി നോക്കിച്ചു എത്തി നോക്കാം. എന്താണ് എന്താണിത്? മണമുണ്ടോ? അന്ന് ഇരിക്കും, കഴിക്കാം. നെണ്ട് കളിയല്ല, റോസ്റ്റ്. റോസ്റ്റ് ആ. ഇതിലായിട്ട് ചെറിയ ആൾക്ക് നമ്മൾ വലിയ സാധനം കൊടുക്കും. എന്നിട്ട് സോയിൽ അടുത്തായതുകൊണ്ട് ഇരുന്ന് അടിക്കാം. ചൂടുണ്ട്, ചൂടാട്ടെ. നമുക്കൊന്നുമില്ല ശരിയല്ലേ, കഴിക്കല്ലേ. ഇത് എടുത്തു വെച്ചോ. അപ്പോൾ ഒരു ചൂടുണ്ടല്ലേ, പൊട്ടിച്ചേരാ, പൊട്ടിച്ചേരാ. നമ്മൾ നെണ്ടൊക്കെ കഴിച്ച് കുറേ ആയി. നീ എപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ചു? പിന്നെ അപ്പോഴേ കുറേ ആയി പറഞ്ഞ്. ശരി, എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ചൂടുണ്ട്. കൊടുക്ക്.
ചൂടുണ്ട്. കഴിച്ചോട്ട് എങ്ങനെയുണ്ട് പറിച്ചു? കാരണം നീ ആദ്യത്തിലേ കഴിക്കണം. തോന്നുന്നുണ്ട്. ആ ഗ്രേവിയൊക്കെ കൂട്ടിയെടുക്ക്. ഇറച്ചി ഗ്രേവിയൊക്കെ കൂടെ എടുക്ക്. ചൂടുണ്ടാ? എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് കഴിച്ചിട്ട് നിന്റെ അല്ലേ? നിന്റേതാ? നിന്റെ എന്റെ വേറെ വെച്ചില്ല. അവ കണ്ണു എങ്ങനെ ഇറച്ചു? പൊളിച്ചു. ചില മുറുക്കുണ്ടെന്നുണ്ടാ. തിക്കാച്ചി സാധനം ഒരു രക്ഷയില്ല മോനെ. തിക്കാച്ചിയില്ലേ? ഒരു രക്ഷയില്ല കേട്ടാ. മോളല്ല ഇവിടെ മോലെ. ഉള്ളിൽ പൊട്ടിക്കണം, അതാണ് മെയിൻ. നമ്മ മസാലയൊക്കെ നല്ല അടിപൊളി സാധനമൊന്നുമില്ല. പൊട്ടിക്ക്. ഞാനിനി പൊട്ടിക്കാൻ പറ്റാൻ നിൽക്ക്. ചില പിടിച്ചോ. പൊട്ടി. അപ്പൊ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റില്ല. കുറച്ച് ഗ്രേവിയും അതുപോലെ ആ പൊറോട്ട ഇങ്ങനെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഈ ഇറച്ചി അതിന്റെ ഇറച്ചി ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഗ്രേവിയും പിന്നെ ആ പൊറോട്ടയും കൂടെ ഇങ്ങനെ കുഴച്ചിട്ട്. അയ്യോ, ഞാൻ കഴിക്കാൻ പോവാണേ. നീ എങ്ങനെ പറ? ഇറച്ചി എടുത്തിട്ട് എങ്ങനെ കഴിക്കണ്ട് പറഞ്ഞു കൊടുക്ക ആൾക്കാർക്ക്. കഴിക്കാൻ പറ്റില്ല. ഉള്ളിക്കും ഇറച്ചി എടുത്തല്ലേ? വേറെ ലെവൽ. ഇതിനെ കുറിച്ച് ഇനി കൂടുതലായിട്ട് വർണ്ണിച്ചെടുക്കാനൊന്നുമില്ല. കഴിക്കണമെങ്കിൽ തന്നെ അറിയണ്ടാവും ടേസ്റ്റ്. ഇതൊക്കെ ഇറച്ചിയാണ് പുറത്ത് കണ്ടോ? അത് തോട്, അത് വേണ്ട. പൊറോട്ട പിച്ചി തന്നെ എടുത്തിട്ട് ഗ്രേവി മുക്കിയിട്ട് ടേസ്റ്റ് ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാവരും ഇതുപോലെ ഞണ്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. റിച്ചു, നിന്റെ അഭിപ്രായം പറയും. പൊളിച്ചു, അടിപൊളിയുണ്ട് അല്ലേ? ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പറയണ്ട. എനിക്ക് അതെ ചെയ്യണം. അപ്പൊ ഇനി ഒരു കിടിലൻ റെസിപ്പി നമുക്ക് അടുത്തുള്ള കാണാം. അതുവരെ ബൈ.